मेरे प्यारे बच्चों സലം ഓൺലൈൻ ഹിന്ദി ക്ലാസ് में सबका स्वागत करता हूं बच्चों आप ठीक है ना എല്ലാ മക്കളും ഓണ പരീക്ഷയ്ക്ക് വേണ്ടി നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് യെസ് വളരെ പ്രധാനപ്പെട്ട ഈ വരുന്ന പരീക്ഷയിൽ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് മാഷ് പറയുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചോളൂ എന്താണ് ആ ചോദ്യം യെസ് ചിത്ര ദേഖേ और खाली स्थान भरे അല്ലേ ചിത്രം നോക്കിയിട്ട് യെസ് ഖാലിയായി കിടക്കുന്ന അല്ലേ ശൂന്യമായി കിടക്കുന്ന ആ സ്ഥാനം എന്ത് ചെയ്യണം പൂർത്തീകരിക്കണം അല്ലേ നമുക്ക് നോക്കാം എന്താണ് ആ ചിത്രം തന്നിട്ടുണ്ടാവുക അല്ലേ ചിത്ര ദേഖേ പറയുമ്പോൾ സ്വാഭാവികമായും ഒരു ചിത്രം തന്നിട്ടുണ്ടാകുമല്ലോ എന്താണ് ആ ചിത്രത്തിലൂടെ കാണുന്നത് അല്ലേ ഒരു ചിത്രത്തിൽ സാർ ഈ ചിത്രത്തിൽ കുരങ്ങനെ കാണുന്നുണ്ട് ആമയെ കാണുന്നുണ്ട് കൊക്കിനെ കാണുന്നുണ്ട് മീൻ കാണുന്നുണ്ട് പൂക്കളെ കാണുന്നുണ്ട് അപ്പൊ എന്തായിരിക്കും നമ്മളോട് ചോദിച്ചിട്ടുണ്ടാകുക അല്ലെ ഓരോന്നിന്റെ അവിടെയും 1 2 3 4 5 എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായി എന്താണ് ഒരു കുരങ്ങനുണ്ട് 2 ആമയുണ്ട് 3 കൊക്കുണ്ട് 4 മീനുണ്ട് 5 പൂവുണ്ട് സെറ്റാണോ യെസ് എന്നിട്ട് ആദ്യത്തെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് മനോഹരമായിട്ട് പൂരിപ്പിച്ച് തന്നിട്ടുണ്ട് എന്താണ് തന്നിട്ടുള്ളത് ബന്ദർ അല്ലെ ഏക്ക് എന്ന് തന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ള എണ്ണം നമ്മൾ എന്ത് ചെയ്യണം കണ്ടെത്തണം അപ്പൊ നമുക്ക് അതിന് സൂചകങ്ങൾ തന്നിട്ടുണ്ട് അപ്പൊ ഏക്ക് എന്ന് പറഞ്ഞാൽ 1 ആണെന്ന് എൻ്റെ മക്കൾക്കറിയാം അപ്പൊ ദോ എന്ന് പറഞ്ഞാൽ 2 ആണ് എൻ്റെ മക്കൾക്കറിയാം തീൻ എന്ന് പറഞ്ഞാൽ 3 ആണ് എൻ്റെ മക്കൾക്കറിയാം ചാർ എന്ന് പറഞ്ഞാൽ 4 ആണ് എന്ന് എൻ്റെ മക്കൾക്കറിയാം 5 എന്ന് പറഞ്ഞാൽ 5 ആണ് എന്നും എൻ്റെ മക്കൾക്കറിയാം അപ്പൊ കൃത്യതല്ലേ അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ ഒരു കുരങ്ങനുണ്ട് നമുക്കിവിടെ എഴുതി വെക്കാം മറന്നു പോവാതിരിക്കാൻ കുരങ്ങൻ അല്ലേ ബന്ദർ എന്ന് നമ്മൾ എന്തിനു പറയും ഹിന്ദിയിൽ പറയും അല്ലേ അപ്പൊ ആദ്യത്തെ കറക്റ്റാ ഒരു കുരങ്ങനുണ്ട് ബന്ദറാണ് കുരങ്ങൻ ഹിന്ദിയിൽ പറയാ ഏക് അല്ലേ ഒരു എണ്ണാണുള്ളത് സെറ്റ് അല്ലേ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തേത് എന്താ മക്കളെ യെസ് മനോഹരമായിട്ട് ഓടോ കണ്ടിട്ടുണ്ടല്ലോ യെസ് ആമയാണ് അല്ലേ ആമക്ക് നമ്മൾ എന്ത് പറയും മക്കളെ ആമക്ക് നമ്മൾ കച്ചുവ എന്ന് പറയും അത് എത്ര എണ്ണം ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞത് 2 എണ്ണം ഉണ്ട് 2 നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്താണ് ദോ 2 ആമയുണ്ട് ഇനി നമുക്ക് പറയുന്ന മറ്റൊന്നാണ് എന്ത് യെസ് കൊക്ക് അല്ലേ കൊക്ക് അപ്പൊ കൊക്ക് എത്ര എണ്ണം ഉണ്ട് സാർ എണ്ണി നോക്കുക 1 2 3 അല്ലേ 3 എണ്ണം ഉണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു 3 3 എന്ന് എഴുതി കൊടുക്കുന്നു അപ്പൊ 3 ബഗുലേ അല്ലേ കൊക്ക് നമ്മള് ബഗുലേ എന്ന് പറയും അത് നമ്മൾ എന്ത് ചെയ്തു എഴുതി ഇനി 4 എണ്ണം അല്ലേ 4 എണ്ണം എന്താ ഉള്ളത് മച്ചലിയ മീനാണ് മീൻ എത്ര ഉണ്ട് 4 എണ്ണം അപ്പൊ 4 മീനുണ്ട് അല്ലേ 4 മീനിനെ നമ്മൾ കണ്ടു അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുന്നു എഴുതുന്നു ചാർ എന്ന് നമ്മൾ എന്ത് ചെയ്യും മച്ചലിയ മീൻ നമ്മൾ പറയും അപ്പൊ 4 മീനുണ്ട് അതും നമ്മൾ എന്ത് ചെയ്തു ഐഡന്റിഫൈ ചെയ്ത് എഴുതി ഇനി എന്താണ് അവസാനത്തേത് മനോഹരമായിട്ട് ഏവർക്കും ഇഷ്ടപ്പെട്ട പൂവാണ് അല്ലേ പൂവ് എത്ര ഉണ്ട് 5 എണ്ണം ഉണ്ട് അല്ലേ 5 എണ്ണമാണ് നമുക്ക് എന്തിനു എണ്ണി നോക്കാം 1 2 3 4 5 അല്ലേ 5 ആണ് അപ്പൊ 5-ന് എന്താ മക്കളെ ഒന്ന് പറഞ്ഞ് യെസ് 5 അപ്പൊ 5ഉം റെഡിയായി അപ്പൊ 5 എന്തുണ്ട് ഫൂൽ അല്ലേ പൂക്കളും ഉണ്ട് അപ്പൊ 1 2 3 4 5 5 എണ്ണം നമ്മൾ എന്ത് ചെയ്തു കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തു ഇത്തരത്തിൽ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്താൽ എൻ്റെ മക്കളെ കാത്തിരിക്കുന്നു 5 മാർക്ക് കാത്തിരിക്കുന്നുണ്ട് അല്ലേ 5 മാർക്ക് നമുക്ക് എന്ത് ചെയ്യും ഈ വരുന്ന പരീക്ഷയിൽ കിട്ടും അപ്പൊ ഇത്തരത്തിൽ എണ്ണവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഉറപ്പാണ് എന്നെ മക്കൾ എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക സെറ്റ് അല്ലേ യെസ് അപ്പൊ ഇതേപോലെയുള്ള വീഡിയോയുമായിട്ട് മാഷി വീണ്ടും വരും സബ്കാ ബഹുത് ബഹുത് ശുക്രിയ ബൈ